നമസ്കാരം. അമേരിക്കയിലെ ലോക പ്രശസ്തമായ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് 1937 ജോസഫ് സ്ട്രോസ് എന്ന എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ പണി തീരുമ്പോൾ ലോകത്തെ ഏറ്റവും വലിയ തൂക്കുപാലമായിരുന്നു. 27 വർഷം, അതായത് 1964 വരെ ആ ബഹുമതി നിലനിന്നിരുന്നു. അതുമാത്രമല്ല, ലോകത്തിലെ ഏറ്റവും ഭംഗിയേറിയ പാലങ്ങളിലൊന്നാണിത്. ഈ പാലം പസഫിക് ഓഷൻ്റെ തൊട്ടടുത്താണ്. ഇടയ്ക്കിടയ്ക്ക് അവിടെ നിന്ന് വരുന്ന മൂടൽമഞ്ഞ് ഈ പാലം അങ്ങ് മറയ്ക്കും. പിന്നെ ആ മൂടൽമഞ്ഞ് മാറി ഇത് പെട്ടെന്ന് തെളിഞ്ഞു വരുന്ന ആ ഒരു കാഴ്ച, അത് കാണാനായി കോടിക്കണക്കിന് മനുഷ്യർ ഓരോ വർഷവും ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് സന്ദർശിക്കാറുണ്ട്. ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ആ ബ്രിഡ്ജിന് മുകളിലൂടെ പ്രസിഡന്റിൻ്റെ വാഹന വ്യൂഹം മുന്നോട്ട് നീങ്ങുകയാണ്. വളരെ സാവധാനം. കാരണം അറേബ്യൻ കൺട്രീസിൽ നിന്ന് വന്ന കിങ്ങിനും പ്രിൻസിനും കൂടെയുള്ള മിനിസ്റ്റേഴ്സിനൊന്നും അവരുടെ നാട്ടിൽ ഇങ്ങനത്തെ കാഴ്ച കാണാൻ പറ്റില്ല. മരുഭൂമിയിൽ നദിയുമില്ല, പാലവുമില്ല. അപ്പോൾ അവർക്ക് അതൊന്ന് എൻജോയ് ചെയ്യുന്നതിന് വേണ്ടി വളരെ സാവധാനം 40 km/h വേഗതയ്ക്ക് താഴെയാണ് വാഹനങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും മുമ്പിലായിട്ട് ഒരു പോലീസ് കാറ്, അത് കഴിഞ്ഞാൽ പൈലറ്റ് ബസ്, അതിലുള്ളത് കുറേ ജേർണലിസ്റ്റുകളും ഏതാനും FBI ഏജൻസും, പിന്നെ പ്രസിഡൻ്റ് ബസ്, അതിന് പുറകെ ബ്രാൻസൻ്റെ ബസ് പ്രസിഡൻറ്റിൻ്റെ എസ്കോർട്ട് ബസ്സാണെന്നുള്ള വ്യാജേന, അതിന് പുറകിൽ ഒരു പോലീസ് കാറും 2 പോലീസ് ബൈക്കുകളും. ആ കാഴ്ചയൊക്കെ ആസ്വദിച്ച് അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ പ്രിൻസ് പറഞ്ഞു, എത്ര മനോഹരമായൊരു ബസ്, ഇതുപോലൊന്ന് എനിക്കുണ്ടായിരുന്നെങ്കിൽ. പ്രസിഡന്റ് ഒരു ചിരിയോടെ പറഞ്ഞു, താങ്കൾ നാട്ടിലെത്തി ഏതാനും ദിവസങ്ങൾക്കകം അമേരിക്കൻ ജനതയുടെ ഉപകാരമായിട്ട് ഇത്തരം ഒരു ബസ് താങ്കൾക്ക് കിട്ടിയിരിക്കും. അപ്പോൾ പ്രിൻസിനെ ഒന്ന് കളിയാക്കിക്കൊണ്ട് നമ്മുടെ കിങ് പറഞ്ഞു, ഇയാൾക്ക് ഒരെണ്ണമൊന്നും പോരല്ലോ, മിനിമം 1 ഡസനായിട്ടല്ലേ വാങ്ങിക്കുകയുള്ളൂ. ആയിരിക്കട്ടെ, അഹ്മദ് എന്നാണ് അപ്പോൾ പ്രിൻസിൻ്റെ പേര്. അവിടെ തലയ്ക്ക് മേലെ കൂടെ 2 സാധനങ്ങൾ വരുന്നുണ്ടല്ലോ, അത് വേണ്ടേ? ഉദ്ദേശിച്ചത് നേവിയുടെ 2 ഹെലികോപ്റ്റേഴ്സ് ഇവരുടെ വാഹന വ്യൂഹത്തിൻ്റെ മുകളിലൂടെ പറക്കുന്നുണ്ട്. പക്ഷേ അത് കൊണ്ടുവന്നിരിക്കുന്നത് ബ്രാൻസൻ്റെ ആൾക്കാരായ ജോൺസണും ബ്രാഡ്ലി ആണെന്ന് മാത്രം. ആ സമയത്ത് ബ്രാൻസൻ്റെ ബസ്സിൽ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ബ്രാൻസൺ 6 ആഴ്ചയോളമായിട്ട് റിഹേഴ്സൽ നടത്തി എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുന്ന പദ്ധതി നടപ്പിലാക്കേണ്ട സമയം വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ള ഒരു ചെറിയ സ്വിച്ചിലൊന്ന് വിരലമർത്തി. ആ സമയത്ത് മുമ്പേ പോരുന്ന ബസ്സിൻ്റെ ഡ്രൈവർ ഇരിക്കുന്നതിൻ്റെ താഴെയായിട്ട് ഒരു ചെറിയ സ്ഫോടന ശബ്ദം. കാര്യമായിട്ടൊന്നുമില്ല, വളരെ ചെറിയൊരു ശബ്ദം. നമ്മൾ രാവിലെ പ്രസിഡന്റ് ശരിക്കുള്ള എസ്കോർട്ട് ബസ്സിൽ കേട്ടതുപോലത്തെ ഒരു ശബ്ദം. പക്ഷെ അതുപോലെ പുകയൊന്നും വന്നില്ല. ഡ്രൈവർ ആൾക്കാരൊക്കെ ഒന്നും ഞെട്ടി. ഡ്രൈവർ വേഗം ബ്രേക്ക് ചവിട്ടി. അപ്പോൾ മനസ്സിലായി വണ്ടിക്ക് ബ്രേക്കില്ല, ബ്രേക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ മെല്ലെ പോകുന്നൊരു വാഹനമാണ്, അതെങ്ങനെ നിർത്തണമെന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം ഗിയർ ഡൗൺ ചെയ്തു, ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ചെയ്തു. ഹാൻഡ് ബ്രേക്ക് അപ്ലൈ എന്ന് പറയുമ്പോൾ മെല്ലെ പോകുന്ന വാഹനം ആയതുകൊണ്ടാണ് അങ്ങനെ അപ്ലൈ ചെയ്തത്. സ്പീഡിൽ പോകുന്ന വാഹനങ്ങളാണെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യരുത്. അത് ഓൾട്ടർനേറ്റീവായിട്ട് അപ്ലൈ ചെയ്യണം, വിടണം. ആ രീതിയിൽ വേണം സ്പീഡിൽ പോകുന്ന വാഹനങ്ങളാകുമ്പോൾ നിർത്താൻ. ഏതായാലും ആ വാഹനം സ്പീഡ് കുറഞ്ഞ് മുന്നോട്ട് നീങ്ങി ഏകദേശം നിൽക്കും എന്നുള്ളൊരു ഘട്ടം വന്ന സമയത്ത് ബ്രാൻസനും കൂട്ടരും, ബ്രാൻസൺ ഫ്രണ്ടിൽ ഇരുന്ന് കൈയൊന്ന് പൊക്കി കാണിച്ചു. കൈ പൊക്കി കാണിച്ചോടെ ബാക്ക് സീറ്റുകളിലിരുന്ന ബ്രാൻസൻ്റെ ആൾക്കാർ മുഴുവൻ അവരുടെ ഫ്രണ്ട് സീറ്റുകളിൽ ബലമായി അമർത്തിപ്പിടിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് വാഹനം ഓടിക്കുന്ന വാനി ഫാൻ അദ്ദേഹത്തിൻ്റെ വലതുവശത്തുള്ള ഒരു സ്വിച്ചിലൊന്ന് പ്രസ് ചെയ്തു. അതിനുശേഷം സഡൻ ബ്രേക്ക് അപ്ലൈ ചെയ്തു. അപ്പോൾ ഈ സ്വിച്ചിൽ പ്രസ് ചെയ്തപ്പോൾ സംഭവിച്ചതെന്താണെന്ന് വെച്ചാൽ ആ ബസ്സിൻ്റെ ബ്രേക്ക് ലൈറ്റ് കത്താതായി. പെട്ടെന്നുള്ള ആ സഡൻ ബ്രേക്കിൽ പുറകെ വന്നിരുന്ന പോലീസ് കാറ് ഈ ബസ്സിൻ്റെ പുറകെ വന്നിടിച്ചു. ഇതേ സമയത്ത് ബ്രാൻസൺ മറ്റൊരു സ്വിച്ച് പ്രസ് ചെയ്തു. അതോടെ മുമ്പേ പോയിരുന്ന ബസ്സിൽ കുറച്ചുകൂടി ശക്തമായ ഒരു സ്ഫോടനം നടന്നു. അത് നമ്മൾ രാവിലെ കണ്ട പോലത്തെ ഒരു സ്ഫോടനം. അതിൻ്റെ അകത്താകെ ആ പോയ്സണസ് ഗ്യാസ് വ്യാപിച്ചു. അതിൻ്റെ അകത്തിരുന്ന എല്ലാവരും ബോധമറ്റ നിലയിലായി. സ്വാഭാവികമായിട്ട് ഡ്രൈവറും, വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രൈവർക്കും ബോധമില്ലാതാവുകയാണ്. അങ്ങനെ ആ വണ്ടി ഒന്ന് ലേശം വലത്തോട്ട് നീങ്ങി പാലത്തിൻ്റെ കൈവരിയിൽ നിന്ന് ഏകദേശം ഒരു 2 മീറ്റർ വ്യത്യാസത്തിൽ ആ വാഹനം നിന്നു. കാരണം ഹാൻഡ് ബ്രേക്കും ലോ ഗിയറും ഒക്കെ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഡ്രൈവർക്ക് ബോധമില്ലെങ്കിലും അത് നിന്നു.
ഇനി അല്ല, ഇനി പാലത്തിൽ പോയി ഇടിച്ചാലും ഒന്നും സംഭവിക്കാനില്ല. അത്രയും സ്ട്രോങ് ആയിട്ടാണ് ആ പാലത്തിൻ്റെ നിർമ്മാണം. ഒരു ബസ്സോ ട്രക്കോ ഒന്നും വന്ന് ഇടിച്ചുകൊണ്ട് എൻ്റെ കൈവരിക്കുന്നൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ വാഹനം നിന്ന സമയത്ത് പുറകെ വന്ന പോലീസ് ബൈക്കുകൾ ഈ സ്ഫോടന ശബ്ദം കേട്ട് നേരെ മുന്നോട്ട് നീങ്ങി. ശ്രദ്ധ അവിടെ ആയതുകൊണ്ട് ഈ അവരുടെ ഫ്രണ്ടിൽ പോകുന്ന കാറ് ബസ്സിലിടിച്ച വിവരം അത് ശ്രദ്ധിക്കില്ല. അവർ വേഗം മറ്റേ ബസ്സിൻ്റെ അടുത്തേക്ക് നീങ്ങുകയാണ്. അവിടെ ഒരു എക്സ്പ്ലോഷൻ നടന്നല്ലോ, അതെന്താണെന്ന് ചെക്ക് ചെയ്യണം. ഒപ്പം മുമ്പേ പോയിരുന്ന പോലീസുകാർ തിരിച്ചു വന്നു. ഈ സമയത്ത് പിന്നെല്ലാം വളരെ ക്വിക്കായിട്ട് കാര്യങ്ങൾ നടക്കുകയാണ്. ബ്രാൻസന്റെ ബസ്സിൻ്റെ ഡോറുകളെല്ലാം തുറക്കപ്പെട്ടു. വണ്ടി ഓടിച്ചിരുന്ന വാനിഫാൻ പുറത്തിറങ്ങി. ഒപ്പം ഒരു 7 ആൾക്കാർ ഇറങ്ങി. അതിൽ വാനിഫാനും 6 പേരും മുന്നോട്ട് നീങ്ങി. 2 പേര് ആ പുറകെ ഇടിച്ചു നിൽക്കുന്ന പോലീസുകാരൻ്റെ അടുത്തെത്തി. അതിൻ്റെ ഡോറൊക്കെ തുറന്നു. അപ്പോൾ അതിലെല്ലാവരും ഒരു ഷോക്ക്ഡ് അവസ്ഥയിലിരിക്കുകയാണ്. പെട്ടെന്ന് എന്ത് സംഭവിച്ചു എന്നറിയാത്ത അവർ ഉത്കണ്ഠയും. പിന്നെ 1-2 പേർക്ക് ഫ്രണ്ട് സീറ്റിലിടിച്ച് ചെറിയൊരു മൂക്കിനൊക്കെ പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട്. ഇവർ വളരെ പെട്ടെന്ന് തന്നെ ആ പോലീസുകാരൻ്റെ ഡോറുകൾ തുറന്നു. അകത്തിരിക്കുന്നവരുടെ ഇന്ന് പിസ്റ്റളുകളൊക്കെ കൈക്കലാക്കി. അവർ ഈ പറഞ്ഞ രീതിയിൽ ആ ഇടിയുടെ ആഘാതത്തിനോട് പൂർണ്ണമായിട്ട് മുക്തരായിട്ടില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് അവർക്ക് ഒരു സെക്കൻഡ് നേരത്തേക്ക് മനസ്സിലായില്ല. ഈ സമയത്തിനകം രാവിലെ ബ്രാൻസിന് എറിഞ്ഞ പോലുള്ള ഓരോ ഗ്രനേഡ് ആ കാറിൻ്റെ അകത്തേക്ക് എറിഞ്ഞു. അവർ ഡോറടച്ചു. അതിൻ്റെ അകത്തും ആ പോയിസണസ് ഗ്യാസ് പരന്നു. അവരെല്ലാം ബോധം കെട്ട് വീണു. മുമ്പിൽ പോയിരുന്ന പോലീസുകാർ തിരിച്ചു വന്നു. അതിൻ്റെ അകത്ത് 4 പോലീസുകാർ ഇറങ്ങി. ഒപ്പം ഈ ബൈക്കിൽ പോയിരുന്ന 2 പേരും ഇറങ്ങി. ആ ബസ്സിൻ്റെ പുറകെയാണ് എല്ലാവരും. എന്താണ് സംഭവിച്ചതെന്ന് നോക്കുന്ന സമയത്ത് വാനിഫാനും കൂട്ടരും കയ്യിൽ തോക്കുകളുമായിട്ട് അവരെ വളഞ്ഞു. അതവർ തീരെ പ്രതീക്ഷിച്ചില്ല. കാരണം ഇത്തരം ഒരു ആക്രമണം അവർ പ്രതീക്ഷിക്കുന്നില്ല. എന്തോ ഒരു ശബ്ദം കേട്ടു, എന്താണ് എന്ന് നോക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എല്ലാവരുടെയും പിസ്റ്റൾസ് ഉണ്ടെങ്കിലും ആരും അത് കയ്യിലെടുത്തിരുന്നില്ല. വാനിഫാനും കൂട്ടരും അവരെ വളഞ്ഞു. അവരുടെ പിസ്റ്റളെല്ലാം വാങ്ങിച്ചു. തോക്ക് ചൂണ്ടിക്കൊണ്ട് തന്നെ അവരെല്ലാം ആ ഫ്രണ്ടിൽ പോയിരുന്ന കാറിൻ്റെ അകത്തോട്ട് കയറ്റി. അതിൻ്റെ അകത്തോട്ടും ഒരു ഗ്രനേഡ് എറിഞ്ഞു. അവരും ബോധരഹിതരായി ആ കാറിൻ്റെ അകത്ത് ഇരിപ്പായി. അതിൻ്റെ എല്ലാം ഡോറുകൾ പുറത്തുനിന്ന് ലോക്ക് ചെയ്തു. അതോടെ ഇനിയിപ്പോൾ അതിന് ബോധം വന്നാലും പുറത്തിറങ്ങില്ല എന്നുള്ളൊരവസ്ഥയിലായി. വാനിഫാൻ നേരെ വന്നു. പ്രസിഡന്റിൻ്റെ ബസ്സിൻ്റെ ഡോർ തുറന്നു. അകത്ത് കയറി. അപ്പോൾ പ്രസിഡന്റ് ബസ്സിലാണെങ്കിൽ ഇതുവരെ എന്ത് സംഭവിച്ചു എന്നറിയില്ല. പെട്ടെന്ന് വാഹനങ്ങൾ നിന്നു. എന്തോ ഒരു ചെറിയ അപകടം, വല്ല ടയർ പഞ്ചറായതോ അങ്ങനെ എന്താണെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് ആരും അത്ര കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല. മാത്രമല്ല ഇതെല്ലാം വളരെ ചുരുങ്ങിയൊരു സമയം കൊണ്ട് കഴിഞ്ഞു. ഇതൊക്കെ പറയാൻ ഇത്ര സമയം വേണ്ടു. ബ്രാൻസന്റെ പ്ലാനിങ് അമ്മാതിരിയായിരുന്നു. വളരെ ചുരുങ്ങിയൊരു സമയം കൊണ്ട് ഈ പറഞ്ഞെല്ലാം സംഭവിച്ചു. ഏതായാലും വാനിഫാൻ കയ്യിലൊരു മെഷീൻ ഗണ്ണുമായിട്ട് പ്രസിഡന്റ് ബസ്സിൻ്റെ അകത്ത് കയറി. അതുകൊണ്ട് പ്രസിഡന്റ് അത്ഭുതവും ദേഷ്യവും ആയിട്ട് തന്നെ, ആരാ താൻ? ഞാൻ ആരാണെന്നറിയോ എനിക്ക്? അതിന് വാനിഫാൻ പറഞ്ഞു, എനിക്കറിയാം താങ്കൾ പ്രസിഡന്റാണെന്ന്. ഞാൻ ആരാണെന്ന് എനിക്കറിയാം. ബുള്ളറ്റിനൊന്നും അറിയില്ല. അതുകൊണ്ട് കുറച്ച് നേരത്തേക്ക് നിങ്ങളെല്ലാം ഞാൻ പറയുന്ന പോലെ അനുസരിക്കണം. ചീഫ് ഇങ്ങോട്ട് വരുന്നത് വരെ, ബ്രാൻസിനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, US മിലിറ്ററിയുടെ ചീഫുണ്ട്. അദ്ദേഹത്തെ നോക്കി വാനിഫാൻ പറഞ്ഞു, താങ്കളുടെ കയ്യിൽ എന്തായാലും ഒരു പിസ്റ്റൾ കാണുമല്ലോ, അതിങ്ങനെ തന്നേക്ക്. അല്ലെങ്കിൽ പിന്നെ താങ്കൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമോശം കാണിക്കാൻ തോന്നും. അതിനേക്കാൾ പെട്ടെന്ന് ഈ സാധനം കൊണ്ട് എനിക്ക് കാണിക്കാനും പറ്റും. വെറുതെ എന്തിനാ ഒരു പ്രശ്നം. അങ്ങനെ ആ മിലിറ്ററി ജനറൽ അദ്ദേഹത്തിൻ്റെ പിസ്റ്റൾ എടുത്ത് വാനിഫാൻ്റെ കൈ കൊടുത്തു. ബ്രാൻസന്റെ ശബ്ദം അവരിങ്ങനെ കേൾക്കുകയാണ്, താങ്കൾ വിശ്വസിച്ചേ പറ്റൂ. അപ്പോൾ അപ്പുറത്ത് ബ്രാൻസൺ വയർലെസ്സിൽ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് വേറെ ആരുമല്ല, വാഷിങ്ടൺ പോലീസ് ചീഫ് ഹെൻഡ്രിക്സ് എന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ പറഞ്ഞ പ്രസിഡന്റിനെയും കൂടെയുള്ള ആ രാജ്യത്തിൻ്റെ അതിഥികളെയും എല്ലാം ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിൽ വെച്ച് തടവിലാക്കിയിരിക്കുന്നു എന്ന്. അപ്പോൾ ആ അവിശ്വസനീയത അദ്ദേഹം ഇങ്ങോട്ട് അവതരിപ്പിക്കുകയാണ്. അപ്പോഴാണ് ബ്രാൻസൺ പറയുന്നത്, വിശ്വസിച്ചേ പറ്റൂ, എന്തായാലും അവരൊക്കെ താങ്കളോട് നേരിട്ട് സംസാരിക്കും, അപ്പോൾ താങ്കൾക്ക് മനസ്സിലാവും. അതുവരെ തൽക്കാലം ഞാൻ പറഞ്ഞ് വിശ്വസിക്കുക. പിന്നെ വേറെ ചില കാര്യങ്ങളോട് എനിക്ക് പറയാനുണ്ട്. പെട്ടെന്നെന്തെങ്കിലും സൈനിക ആക്രമണം നടത്താമെന്നും വിചാരിക്കേണ്ട. ഒന്നാമത്തെ കാര്യം, പ്രസിഡന്റ് അതുപോലെ നിങ്ങളുടെ രാജ്യത്തിൻ്റെ അതിഥികൾ എല്ലാവരും ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്കറിയാമായിരിക്കും, ഇവിടെ 2 നേവി ഹെലികോപ്റ്റേഴ്സ് ഞങ്ങളെ എസ്കോർട്ട് ചെയ്യുന്നുണ്ട്. അറിയാം, അത് ഓടിക്കുന്നത് എൻ്റെ പൈലറ്റുകളാണ്. അത് കേട്ട് ഹെൻഡ്രിക്സ് ഒന്നുകൂടി ഞെട്ടി. അത്രയധികം പ്രതീക്ഷിച്ചില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നാണ്, ഇവിടെ എന്തെങ്കിലും കലാമിറ്റി സംഭവിച്ചു എന്ന് കാണുമ്പോൾ മോളിൽ നിന്ന് നേവി പൈലറ്റ്സ് റിയാക്ട് ചെയ്യും.
അപ്പം അത് സംഭവിക്കില്ല. പിന്നെ വേറെ എന്തെങ്കിലും എയർഫോഴ്സ് ആക്രമണം നടത്താമെന്ന് വിചാരിക്കേണ്ട, നിങ്ങളൊക്കെ അനങ്ങിയാൽ ഞാൻ അറിയും. റഡാർ സ്റ്റേഷൻ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. ഹെൻറിക്സ് അങ്ങനെ ഉച്ചത്തി വിളിച്ചു പോവാണ്, ദൈവമേ. റാൻസം പറഞ്ഞു അദ്ദേഹം ഇപ്പം ഈ കാര്യത്തിൽ ഇടപെടില്ല, ഇവിടെ ഇപ്പം എല്ലാം എൻ്റെ കൺട്രോളിലാണ്. റാൻസന്റെ ഒരു ആത്മവിശ്വാസമാണ് കാണിക്കുന്നത്. ദൈവത്തിനേക്കാൾ മുകളിൽ അദ്ദേഹം സ്വയം മാറുകയാണ്. അപ്പോൾ ഞാൻ അല്പം കഴിഞ്ഞ് വീണ്ടും വിളിക്കാം, അതുവരെ വെയിറ്റ് ചെയ്യാം. ഇത്രയും പറഞ്ഞതിന് ശേഷം അദ്ദേഹം ആ ബസ്സിൻ്റെ റൈറ്റ് സൈഡിൽ വന്നിട്ട് അകത്ത് നിൽക്കുന്ന വാനിഫാനോട് പറഞ്ഞു, പിന്നെ ഈ വശങ്ങൾ പറയുമ്പോൾ കൺഫ്യൂഷൻ വേണ്ട, ആ നാട്ടിലെ ബസ്സുകളൊക്കെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാണ്, ബസ്സെന്നല്ല എല്ലാ വാഹനങ്ങളും. അതുകൊണ്ട് ഇടതുവശത്താണ് ഡ്രൈവർ ഉണ്ടാവുക, വലതുവശത്ത് വരുന്നാൽ ഡ്രൈവറെ കാണാൻ പറ്റില്ല. വാനിഫാൻ, ഈ ബസ്സിൻ്റെ ഡ്രൈവറെടുത്ത് വണ്ടി മുന്നോട്ട് എടുക്കാൻ പറ, മറ്റേ ബസ് ഞാൻ മാറ്റും, അതിൻ്റെ തൊട്ട് പുറകെ കൊണ്ടുവന്ന് നിർത്താൻ പറ എന്ന് പറഞ്ഞ് നേരെ മുന്നോട്ട് കിടന്നു. അപ്പോഴേക്കും മറ്റേ ബസ്സിൻ്റെ അകത്തുള്ള ഗ്യാസൊക്കെ കെട്ടിടങ്ങി, എല്ലാവരും അകത്ത് ബോധം കെട്ടി കിടക്കുകയാണ്. മിക്കവാറും ആൾക്കാരൊക്കെ അതായത് സീറ്റുകളിൽ ഇരിപ്പുണ്ട്. പിന്നെ ഒരു 2-3 ആൾക്കാർ മാത്രം ആ 2 റോ സീറ്റുകൾക്കിടയിലുള്ള ഇടനാഴിയിൽ വീണ് കിടപ്പുണ്ട്. ആർക്കും കാര്യമായിട്ടുള്ള കുഴപ്പമില്ല. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയാണ്, കുറച്ച് സമയം കഴിയുമ്പോൾ എല്ലാവർക്കും ബോധം വീഴും, ആരും മരിച്ചു പോകുന്ന അവസ്ഥയൊന്നും അവിടെ ഇല്ല. റാൻസൺ ബസ്സിൻ്റെ അകത്ത് കയറി, കൂടെ ഒരു അനുയായ ജോണിയും, 2 ആളും കൂടി ചേർന്ന് അതിൻ്റെ ഡ്രൈവറെ സീറ്റിൽ നിന്ന് പിടിച്ച് മാറ്റി. റാൻസൺ വണ്ടി എടുത്തു, അത് കുറേ കൂടി മുന്നോട്ട് നീക്കി നിർത്തി. തൊട്ട് പുറകെ പ്രസിഡന്റ് ബസ്സും വന്നു. ഇപ്പോൾ ഇതിനിടയിൽ നല്ലൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഏറ്റവും പുറകെ ബ്രാൻസന്റെ ബസ് വെപ്പുണ്ട്. ആ ബസ്സിൻ്റെയും പ്രസിഡന്റ് ബസ്സിൻ്റെ ഇടയിൽ നല്ലൊരു ഗ്യാപ്പ് ആയിട്ടുണ്ട്. ബ്രാൻസൺ ബസ്സിൽ നിന്ന് ഇറങ്ങി മുകളിലോട്ട് നോക്കി കൈ കാണിച്ചു. മുകളിൽ പറന്നുകൊണ്ടിരുന്ന ജോൺസണും ബ്രാഡ്ലിയും ഓടിച്ചിരുന്ന 2 ഹെലികോപ്റ്ററുകൾ താഴെ ഇറങ്ങി. അങ്ങനെ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിൻ്റെ ഉദ്ഘാടനത്തിന് ശേഷം ആ ബ്രിഡ്ജ് ഒരു ഹെലിപാഡാക്കിയും കൂടി മാറ്റി. റാൻസം നേരെ പ്രസിഡന്റിൻ്റെ ബസ്സിൻ്റെ അകത്ത് ഒന്ന് കയറി. എന്നിട്ട് അദ്ദേഹം പ്രസിഡന്റ് നോക്കി പറഞ്ഞു, ഗുഡ് മോർണിംഗ് സർ. തിരിഞ്ഞ് കിങ്ങിനെ നോക്കി പറഞ്ഞു, ഗുഡ് മോർണിംഗ് യുവർ ഹൈനസ്. പ്രസിഡന്റ് ദേഷ്യം കൊണ്ടിരിക്കുകയാണ്, ഒന്നും റിയാക്ട് ചെയ്യാനും വഴിയില്ല, തോക്കും പിടിച്ച് മറ്റാൾ ഇരിപ്പുണ്ടല്ലോ വാനിഫാൻ. ഏതായാലും പ്രസിഡന്റ് പറഞ്ഞു, ആരാ നിങ്ങൾ, എന്താ നിങ്ങൾക്ക് വേണ്ടത്? റാൻസം വളരെ ശാന്തനായി പറഞ്ഞു, ദേഷ്യപ്പെടണ്ട, നമുക്കെല്ലാം ശാന്തമായിട്ട് സംസാരിക്കാം, എനിക്ക് വേണ്ടതൊക്കെ ഞാൻ പറയാം. തൽക്കാലം കുറച്ചൊരു ഡിലേ, ഇന്ന് ഇപ്പം നിങ്ങളെല്ലാവരും കൂടി ഒരു ഔദ്യോഗിക യാത്രയ്ക്ക് ഇറങ്ങിയതാണെന്നറിയാം. അതായത് അവരുടെ ഉദ്ദേശം ഈ ഗോൾഡൻ ഗേറ്റ് റോഡിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന വിശാലമായ ഒരു ഒഴിഞ്ഞ സ്ഥലമുണ്ട്, സാൻ റാഫേൽ. അവിടെ ഈ ഗൾഫ് ഭരണാധികാരികളുടെ നേതൃത്വത്തിൽ ഒരു ഓയിൽ റിഫൈനറി ഉണ്ടാക്കുക എന്നുള്ള, അതിനുള്ള സ്ഥലം സന്ദർശിക്കുക എന്നുള്ളതാണ് ഈ യാത്രയുടെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം. അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് ഈ ബ്രിഡ്ജിൻ്റെ മുകളിൽ വെച്ച് ഇവർ തടവിലാക്കപ്പെട്ടിരിക്കുന്നത്. റാൻസം നേരെ ആ ബസ്സിൻ്റെ നേരെ ബാക്കിലേക്ക് പോയി. അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ക്യാബിൻ ഉണ്ടെന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിരുന്നതാണ്. അവിടെ ഇരിക്കുന്ന ആളോട് റാൻസം പറഞ്ഞു, പേരെന്താ? ബോയാൻ. ആ മിസ്റ്റർ ബോയാൻ, ഈ നമ്പർ ഒന്ന് ഡയൽ ചെയ്യ് പ്ലീസ്. അപ്പോൾ അയാൾ ഇത്തിരി ദേഷ്യത്തോടെ പറഞ്ഞു, ഈ സൗകര്യം ഇല്ലെങ്കിലാ? എന്താ നിങ്ങളിങ്ങനെ, ഞാൻ പ്ലീസ് എന്ന് വളരെ സൗമ്യമായിട്ടല്ലേ പറഞ്ഞത്, നിങ്ങളിങ്ങനെ അപ്പം എൻ്റെ അടുത്ത് പെരുമാറാൻ പാടില്ല. ഞാൻ അഥവാ അങ്ങനെ കുറച്ച് നിൽക്കുകയാണെങ്കിൽ തിരിഞ്ഞ് വാനിഫാനോട് പറഞ്ഞു, വാനിഫാൻ, നമ്മുടെ റേഡിയോ ഓപ്പറേറ്റർ ക്രൈസ്ലർ അങ്ങ് വിളിക്കും. ക്രൈസ്ലർ എത്തിക്കഴിയുമ്പോൾ ഇവനെടുത്ത് ആ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിൻ്റെ താഴോട്ടെടു. അപ്പോൾ പ്രസിഡന്റ് പറഞ്ഞു, ഹേയ്, എന്ത് വിട്ടിത്തരാണ് നിങ്ങൾ പറയുന്നത്, ഒരു മനുഷ്യനെടുത്ത് അങ്ങനെ ഇടാനോ? വാനിഫാൻ പറഞ്ഞു, എന്നെ പ്രൊവോക്ക് ചെയ്ത ആരായാലും ഞാനെടുത്ത് താഴിടും, അത് പകവനായാലും കൊള്ളാം, നിങ്ങളായാലും കൊള്ളാം. പിന്നെ അവിടെ തൽക്കാലം ഓരോന്നും മിണ്ടിയില്ല. നമ്മുടെ മിലിറ്ററി ചീഫ് പറഞ്ഞു, ബയാൻ, ആ പ്രാന്തൻ എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്ക്. റാൻസം ഒന്ന് ചിരിച്ചു, അതിന് എതിർത്തൊന്നും പറയാൻ പോയില്ല. ഏതായാലും ബയാൻ ആ നമ്പർ വാങ്ങിച്ചു, ഡയൽ ചെയ്തു. അത് ഈ പറഞ്ഞ നേരത്തെ നമ്മൾ മനസ്സിലാക്കിയ വാഷിങ്ടൺ പോലീസ് ചീഫ് ഹെൻറിക്സിൻ്റെ നമ്പറായിരുന്നു. ഫോൺ എടുത്ത് കഴിഞ്ഞപ്പോൾ റാൻസം പറഞ്ഞു, ഈ കണക്ഷൻ ആ പ്രസിഡന്റ് ഇരിക്കുന്ന ഭാഗത്തുള്ള ഫോണിലേക്ക് മാറ്റിക്കോ. അങ്ങനെ മാറ്റി. ബ്രാൻസൺ അവിടെ ചെന്ന് ആദ്യം ഫോൺ എടുത്തു. ഹലോ ഹെൻറിക്സ്. ആ ബ്രാൻസൺ, ഞാനിതാ US പ്രസിഡന്റ് കയ്യിലോട്ട് കൊടുക്കാം, എന്ന് നിങ്ങൾ വിശ്വാസം വരുമെന്ന് അറിയണമല്ലോ. അങ്ങനെ US പ്രസിഡന്റ് ഫോൺ എടുത്തു. അതുവരെ ഞാൻ ദേഷ്യം കടിച്ചു പിടിച്ചിരിക്കുകയാണ്, ആരോട് എക്സ്പ്രസ് ചെയ്യാൻ വഴിയില്ല. ആ ദേഷ്യം മുഴുവൻ ഹെൻറിക്സിനോട് തീർത്തു. സെക്യൂരിറ്റിയിൽ ഗുരുതരമായ വീഴ്ച പറ്റിയിരിക്കുന്നു,
അപ്പോൾ സംഭവം കാലിഫോർണിയ സ്റ്റേറ്റിലാണ് സംഭവം നടക്കുന്നതെങ്കിലും പ്രസിഡന്റിൻ്റെ സെക്യൂരിറ്റിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം വാഷിങ്ടൺ പോലീസിനാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ ചുമതലയും ഹെൻഡ്രിക്സിനായിരുന്നു. അങ്ങനെ ഹെൻഡ്രിക്സിന് വയറ് നിറച്ച് കിട്ടി. ഇതിനിടയിൽ മുംബൈയിലെ ബസ്സിൽ ചില സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് എല്ലാവരും ബോധമില്ലാതിരിക്കുകയാണ്. ബ്രാൻസൻ്റെ 1-2 ആൾക്കാർ ആ ബസ്സിൽ കയറി എല്ലാവരുടെയും പാൻസിൻ്റെ പോക്കറ്റും ഷർട്ടിൻ്റെ പോക്കറ്റും കോട്ടിൻ്റെ പോക്കറ്റുകളും ഒക്കെ പരിശോധിച്ചു. 3 പിസ്റ്റളുകൾ അവർക്ക് കിട്ടി. ആ പിസ്റ്റളുകൾ കൈവശം വെച്ചിരുന്നവർ അപ്പോൾ പത്രക്കാരല്ല FBI ഏജൻസാണെന്ന് അവർക്ക് മനസ്സിലായി. അവരപ്പം തന്നെ അവർ വിലങ്ങ് വെച്ചു. ഇനി ബോധം വന്നാലും അവരിരുന്നവിടെ നനങ്ങില്ല. ലേഡീസിന് മാത്രം ദേഹപരിശോധനയില്ല. അത് ബ്രാൻസൺ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ത്രീയുടെയും ദേഹത്ത് തൊടാൻ പാടില്ല. ബ്രാൻസൺ ആള് കൊള്ളക്കാരനാണെങ്കിലും ചില ആദർശങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്ന മനുഷ്യനാണ്. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു മറ്റാളുടെ അടുത്ത് പുഴയിലിടുന്നൊക്കെ പറഞ്ഞത്, അതും വെറുതെ ഭീഷണി. കാരണം ബ്രാൻസൻ്റെ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, സ്ത്രീകളെ ഒരു കാരണവശാലും ഉപദ്രവിക്കാൻ പാടില്ല. ഇവിടെ വനിതാ പോലീസിനെ പൊതുവഴിയിൽ വെച്ച് കയറി പിടിക്കുന്ന ആൾക്കാരാണ് ചെറ്റകൾ. പിന്നെ മറ്റൊരു കാര്യം, കഴിയുന്നതും ആരെയും കൊല്ലാൻ പാടില്ല. തീരെ രക്ഷയില്ല, നമുക്ക് രക്ഷപ്പെടാൻ വഴിയില്ല എന്നുള്ള ഘട്ടത്തിലല്ലാതെ ആരെയും കൊല്ലരുത്. അതിനൊരു ന്യായീകരണമുണ്ട് ബ്രാൻസിന്. അതായത് കൊന്നു കഴിഞ്ഞാൽ പോലീസ് അന്വേഷണം കുറച്ചുകൂടി ഊർജിതമാവും, നമ്മൾ പിടിക്കപ്പെടാനുള്ള ചാൻസ് കൂടും. ഒരു റോബറി മാത്രമാണെങ്കിൽ പോലീസ് കുറച്ച് അന്വേഷിക്കും, പിന്നെ അവനെ കിട്ടാനില്ല എന്നുള്ള ഒരു ലെവലിലങ്ങ് മാറും. ഭാവിയിൽ ചിലപ്പോൾ പിടിയിട്ട പുള്ളിയായിട്ട് ഒക്കെ പ്രഖ്യാപിച്ചേക്കാം, നമ്മുടെ സുകുമാരക്കുറുപ്പിനെയൊക്കെ പോലെ. അപ്പം ഇതെല്ലാം ബ്രാൻസൻ്റെ വ്യക്തമായ പ്രിൻസിപ്പിൾസാണ്. ബ്രാൻസൺ ഹെൻഡ്രിക്സിനോട് പറഞ്ഞു, നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ, ഒരു രക്ഷാപ്രവർത്തനം ഒരു കാരണവശാലും നടത്താൻ ശ്രമിക്കരുത്, അത് എല്ലാം അരക്ഷയിലായി പോവുകയുള്ളൂ. അപ്പോൾ ഹെൻഡ്രിക്സ് ഒന്ന് ഭീഷണിപ്പെടുത്തി നോക്കി, ഞാൻ ചിലപ്പോൾ കമാൻഡോ ഓപ്പറേഷൻ നടത്തും, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്രാൻസൺ പറഞ്ഞു, കമാൻഡോസ് വരുന്ന ഓപ്പറേഷൻ തുടങ്ങുന്നതിന് മുമ്പ് പ്രസിഡന്റിന്റെ ശരീരത്തിൽ കൂടെ ഒരു ബുള്ളറ്റ് പോയിരിക്കും. അപ്പോൾ ഹെൻഡ്രിക്സ് പറഞ്ഞു, പിന്നെ നിങ്ങളെ പിടിക്കാൻ എളുപ്പമാണല്ലോ, ഇപ്പോൾ പ്രസിഡന്റ് കൂടെ ഉള്ളതാണല്ലോ നിങ്ങളുടെ ബലം. പ്രസിഡന്റ് നിങ്ങൾ കൊന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഒന്നും നോക്കാനില്ല, നിങ്ങളെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിരിക്കും. ബ്രാൻസൺ പറഞ്ഞു, മണ്ടത്തരം പറയാതെ ഹെൻഡ്രിക്സേ, പ്രസിഡന്റിനെയല്ലേ ഞങ്ങൾ ഷൂട്ട് ചെയ്തുള്ളൂ, കിങ്ങും പ്രിൻസും അപ്പോഴും ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. വിദേശ രാജ്യത്തുള്ള 2 നേതാക്കന്മാർ അമേരിക്കയിൽ വന്ന് അപകടത്തിൽപ്പെട്ടു എന്ന് പറഞ്ഞാൽ അമേരിക്കക്ക് അതുപോലെ നാണക്കേട് പറയണ്ട. പിന്നെ എനിക്ക് വേണ്ട കാര്യങ്ങൾ, ഈ ടൗണിലെ ഏറ്റവും നല്ല ഭക്ഷണവും വെള്ളവും ഇവിടെ എത്തിക്കണം. അപ്പോൾ ഹെൻഡ്രിക്സ് ചോദിച്ചു, താനെന്താ അവിടെ സുഖവാസത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്? ബ്രാൻസൺ പറഞ്ഞു, അപ്പോൾ നിങ്ങളെ പ്രസിഡന്റിനും ബാക്കി നേതാക്കന്മാർക്കൊന്നും വിശക്കില്ലേ? അത് ഞാനില്ല. അപ്പോഴാണ് ഹെൻഡ്രിക്സ് ആലോചിച്ചത്, അത് ശരിയാണല്ലോ, എല്ലാവരും അവിടെ ഉള്ളതല്ലേ. അപ്പോൾ പിന്നെ അത് എത്രയും പെട്ടെന്ന് ആയിക്കോട്ടെ, ശരി, ഇനി വേറെ വഴിയില്ല. പിന്നെ നിങ്ങളുടെ മിലിറ്ററി എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് എത്രയും പെട്ടെന്ന് ഈ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിൻ്റെ അപ്പുറവും ഇപ്പുറവും ഓരോ ബാരിയർ ഉണ്ടാക്കണം, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബാരിയർ. അതെന്തിനാ? അത് ചില സമയത്ത് ഈ ഫോഗ് വന്ന് ഇവിടെയൊക്കെ മൂടും. ആ സമയത്ത് നിങ്ങൾ എന്തെങ്കിലും പെട്ടെന്ന് കടുങ്കൈ കാണിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ എൻട്രി അങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വരാൻ പാടില്ല, പ്രത്യേകിച്ച് രാത്രിയാകുമ്പോൾ. അതുകൊണ്ട് ഇന്ന് സൂര്യ അസ്തമിക്കുന്നതിന് മുമ്പായിട്ട് 2 സൈഡിലും ബാരിയേഴ്സ് ഉണ്ടാക്കണം. അതിൽ വടക്ക് ഭാഗത്തെ ബാരിയർ, അതായത് ഇവർ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ദിശ വടക്ക്, സിറ്റിയിൽ നിന്ന് വന്ന് കയറിയത് തെക്ക് ഭാഗത്താണ്. ഇതിൽ വടക്ക് ഭാഗത്തുള്ള ബാരിയർ ഫുള്ളി ക്ലോസ്ഡായിരിക്കണം. തെക്ക് ഭാഗത്തുള്ളതിൽ ഒരു ഗേറ്റ് വേണം. ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യമുണ്ട്, വലിയ വണ്ടികൾക്കൊന്നും വരാനുള്ള വീതി പാടില്ല, മാക്സിമം ഒരു ജീപ്പ്, അതിൽ കൂടുതലൊന്നും കടന്നു വരരുത്. അതെന്തിനാ? അതിപ്പോൾ പെട്ടെന്നൊരു എമർജൻസി ഒക്കെ വന്ന് ഒരു ആംബുലൻസോ ഡോക്ടറോ എന്തെങ്കിലും ഒക്കെ വരണമെങ്കിൽ നമുക്ക് അതിനൊരു വഴി കൂടി കാണണമല്ലോ. അപ്പോൾ ഹെൻഡ്രിക്സ് പറഞ്ഞു, നിങ്ങളെല്ലാം മുൻകൂട്ടി ആലോചിച്ചിട്ടുണ്ടല്ലേ? ഉണ്ട്, ഞാൻ ഒരുപാട് ദിവസത്തെ പ്ലാനിന് ശേഷമാണ് ഇങ്ങനത്തെ പദ്ധതി നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് എല്ലാം വെൽ പ്ലാൻഡ് ആണ്, ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു, ഈ തെക്ക് ബസ് ബാരിയർ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് 2 ടോയ്ലറ്റ് ബസ്സുകൾ ഇതിൻ്റെ അകത്തേക്ക് വിടണം. അതിൻ്റെ അകത്ത് FBI ഏജന്റിനെ ഇരുത്തിക്കൊണ്ട് വിടാമെന്ന് വിചാരിക്കേണ്ട, ഞങ്ങളുടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പരിശോധനകൾക്ക് ശേഷം മാത്രമേ ആ ബസ്സൊക്കെ ഇങ്ങോട്ട് കടത്തി വിടുകയുള്ളൂ ഞങ്ങൾ. അതുകൊണ്ട് കടുങ്കൈകളൊന്നും കാണിക്കരുത്. അപ്പോൾ ഹെൻഡ്രിക്സ് ചോദിച്ചു, ഇതൊന്നും ഞാൻ ചെയ്യുന്നില്ലെങ്കിലോ? അപ്പോൾ ബ്രാൻസൺ ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷേ മിലിറ്ററി ചീഫ് ഓർഡർ ഇട്ടാൽ നിങ്ങൾ ചെയ്യാതിരിക്കുമോ? ഫോണ് നമ്മുടെ മിലിറ്ററി ചീഫിൻ്റെ കൊടുത്തു. അദ്ദേഹം നേരത്തെ നമ്മുടെ ബോയാനോട് പറഞ്ഞ അതേ രീതിയിൽ പോലീസ് ചീഫിനോടും പറഞ്ഞു, ഹെൻഡ്രിക്സ് ഈ പ്രാന്തൻ എന്തൊക്കെയാണ് പറയണമെന്ന് വെച്ചാൽ അതിനോട് ചെയ്തു കൊടുത്തേര്, വേറെ വഴിയില്ല നമുക്ക് തൽക്കാലം.
വീണ്ടും ബ്രാൻസൺ ഫോൺ വാങ്ങിച്ചു. പിന്നെ ഒരു കാര്യം, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ബസ്സിൻ്റെ അകത്തിരിക്കുന്ന പ്രസിഡന്റിന് അധികാരങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ ഒരു കാര്യം ചെയ്യണം, എൻ്റെ അടുത്ത് സംസാരിക്കാൻ ആരെങ്കിലുമൊക്കെ വരണമല്ലോ, നിങ്ങളുടെ ഉന്നതങ്ങളിലുള്ള ആൾക്കാർ. ഹെൻഡ്രിക്സ് പറഞ്ഞു, വൈസ് പ്രസിഡന്റ് അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. ഇത്ര പെട്ടെന്ന് പുറപ്പെട്ടോ? വാഷിങ്ടണിൽ നിന്ന് എത്തിയോ? അല്ല, അദ്ദേഹം ലോസ് ആഞ്ചലസിൽ ഒരു പരിപാടിയിലായിരുന്നു, അത് കഴിഞ്ഞത് അങ്ങോട്ട് വരുന്നുണ്ട്. നല്ല കാര്യം. പിന്നെ നമ്മുടെ കൂടെ ഉന്നതന്മാരാരും ഇല്ലേ? അപ്പോൾ ഹെൻഡ്രിക്സ് ചോദിച്ചു, മനസ്സിൽ ആരെയെങ്കിലും കാണുന്നുണ്ടോ? ഉണ്ട്, US സ്റ്റേറ്റ് സെക്രട്ടറിയും US ട്രഷറി സെക്രട്ടറിയും. അതായത് നമ്മുടെ കേന്ദ്രത്തിലെ വിദേശകാര്യമന്ത്രിയുടെയും ധനകാര്യമന്ത്രിയുടെയും സ്ഥാനത്തുള്ള അവിടുത്തെ 2 വ്യക്തികൾ. ഈ ആൾക്കാരും എൻ്റെ അടുത്ത് സംസാരിക്കാൻ വരണം. അപ്പോൾ ഹെൻഡ്രിക്സ് പറഞ്ഞു, അത് എളുപ്പത്തിൽ അറേഞ്ച് ചെയ്യാം. അവരിപ്പോൾ ഷിക്കാഗോയിലുണ്ട്, IMFൻ്റെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുകയാണ്. അത് അവർ ഇടയ്ക്ക് വെച്ച് നിർത്തി അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, വളരെ നല്ല കാര്യം. ഈ ഒരു പാവപ്പെട്ട ഫ്രാൻസിനെ കാണാൻ USൻ്റെ വൈസ് പ്രസിഡന്റും പിന്നെ ട്രഷറി സെക്രട്ടറിയും സ്റ്റേറ്റ് സെക്രട്ടറിയും കൂടി വരുന്നു. എന്തു നല്ല ദിവസം. ഹെൻഡ്രിക്സ് ചോദിച്ചു, അപ്പോൾ ഞാനൊരു സംശയം ചോദിക്കട്ടെ? ഫ്രാൻസൻ ചോദിച്ചു, എന്താ? അവിടെ അവരെത്തിയാൽ നിങ്ങൾ അവരെയും തടവിലാക്കില്ല എന്ന് എന്താ ഉറപ്പ്? അത് എൻ്റെ വാക്കാണ് ഉറപ്പ്. ഞാൻ പറയുന്നത് മാത്രമേ ചെയ്യുള്ളൂ, ചെയ്യുന്നത് മാത്രമേ പറയുള്ളൂ.